ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തഥാലയെ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ചൈതന്യ ചരിതാമൃതം അധ്യായം 7 ആദിലീലയിലെ 74-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹരിനാമത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ശ്ലോകമേ നമ്മൾ പഠിച്ചുള്ളൂ. ഹരിനാമമായിരുന്നു നമ്മുടെ വിഷയം. അപ്പോൾ ആ ഒരു തീം തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. നമുക്ക് മുന്നോട്ട് നോക്കാം. നാമവിനു കലികാലേ നാഹി ആരധർമ്മ സർവമന്ത്ര സാര നാമ ഏ ശാസ്ത്രമർമ്മ. അതിമനോഹരം. നാമവിനു കലികാലേ നാഹി ആരധർമ്മ സർവമന്ത്ര സാര നാമ ഏ ശാസ്ത്രമർമ്മ. നാമവിനു കലികാലേ നാഹി ആരധർമ്മ സർവമന്ത്ര സാര നാമ ഏ ശാസ്ത്രമർമ്മ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു വായിക്കൂ. നരോത്തം പ്രഭു. ഹരേ കൃഷ്ണ. നരോത്തം പ്രഭുവിൻ്റെ പുസ്തകം ഉണ്ടെങ്കിൽ വായിക്കൂ. ചൈതന്യ ചരിതാമൃതം ചൈതന്യ മഹാപ്രഭുവിന്റെ 5 ഭാവങ്ങളിൽ ശ്ലോകം 74. നാമവിനു കലികാലേ നാഹി അരധർമ്മ സർവമന്ത്ര സാര നാമേ ശാസ്ത്രമർമ്മ. വിവർത്തനം ശീല പ്രഭാതിക്ക്. ഈ കലിയുഗത്തിൽ സർവവേദസാരമായ തിരുനാമ ജപമല്ലാതെ മറ്റൊരു മതാനുഷ്ഠാനവുമില്ല. ഇതാണ് എല്ലാ വേദശാസ്ത്രങ്ങളുടെയും സാരാംശം. ഭാവാർത്ഥം ശീല പ്രഭാതിക്ക്. സത്യത്രേത, ദ്വാപര എന്നീ 3 യുഗങ്ങളിലും ഗുരു ശിഷ്യ പരമ്പര സമ്പ്രദായത്തെ കർശനമായി പിന്തുടരുന്നു. എന്നാൽ ഈ കലിയുഗത്തിൽ ഈ ശ്രൗത പരമ്പരയുടെ, അതായത് ഗുരു ശിഷ്യ പരമ്പരയിലൂടെ ആത്മീയജ്ഞാനം സ്വീകരിക്കുന്നതിന്റെ പ്രാധാന്യത്തെ ജനങ്ങൾ അവഗണിക്കുന്നു. തങ്ങളുടെ ചിന്താശക്തിക്ക് അതീതമായ ജ്ഞാനത്തെ ആധുനിക ശാസ്ത്രീയ നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും വഴി മനസ്സിലാക്കാനാകുമെന്ന് ആധുനിക യുഗത്തിലെ ആളുകൾ വാദിക്കാൻ ഒരുമ്പെടുന്നു. ആധികാര സ്രോതസ്സുകളിൽ നിന്നുമാണ് യഥാർത്ഥ സത്യം ലഭിക്കുന്നതെന്ന് അവർ അറിയുന്നില്ല. തർക്ക സ്വഭാവിയായ ഈ മനോഭാവം വൈദിക തത്വങ്ങൾക്ക് എതിരാണ്. ഈ തർക്കമാർഗം സ്വീകരിച്ചിട്ടുള്ളവർക്ക് കൃഷ്ണനും അവിടുത്തെ തിരുനാമവും അഭിന്നമാണെന്ന് മനസ്സിലാക്കുക അത്യന്തം ദുഷ്കരമാണത്രേ. കൃഷ്ണന് തുല്യമാകയാൽ തിരുനാമം പരിശുദ്ധവും ഭൗതിക മാലിന്യങ്ങൾക്ക് അതീതവുമാണ്. അതീന്ദ്രിയ സ്പന്ദന രൂപത്തിലുള്ള പരമ ദിവ്യോത്തമ പുരുഷനാണ് തിരുനാമം. തിരുനാമം ഭൗതിക സ്പന്ദനങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണെന്ന് ശ്രീല നരോത്തമദാസ് ഠാക്കൂർ സ്ഥിരീകരിക്കുന്നു. ഗോലേഗേരെ പ്രേമധന ഹരിനാമ സങ്കീർത്തന. ഹരിനാമ സങ്കീർത്തനത്തിന്റെ അതീന്ദ്രിയ സ്പന്ദനം ആത്മീയ ലോകത്തിൽ നിന്നും ഇറക്കുമതി ചെയ്തതാണ്. അതിനാൽ ഗവേഷണ ജ്ഞാനത്തിലും ഭൗതികമായ പരീക്ഷണ രീതികളിലും ആസക്തരായ ഭൗതികവാദികൾക്ക് തിരുനാമ ജപത്തിൽ വിശ്വാസം അർപ്പിക്കാൻ കഴിയില്ലെങ്കിലും അപരാധങ്ങൾ ഒഴിഞ്ഞുള്ള തിരുനാമ ജപം ഒരുവനെ സ്ഥൂലവും സൂക്ഷ്മവുമായുള്ള ഭൗതികാവസ്ഥകളിൽ നിന്നും മോചിപ്പിക്കുന്നുവെന്നതാണ് യാഥാർത്ഥ്യം. ആത്മീയ ലോകത്തെ വൈകുണ്ഠം അഥവാ ഉത്കണ്ഠകൾ ഇല്ലാത്ത ലോകം എന്ന് വിളിക്കുന്നു. ഈ ഭൗതിക ലോകത്തിൽ എല്ലാം തന്നെ ഉത്കണ്ഠകുലമാണ്. എന്നാൽ ആത്മീയ ലോകം ഉത്കണ്ഠങ്ങൾ ഒഴിഞ്ഞ ഒരു സ്ഥലമാണ്. അതിനാൽ ഉത്കണ്ഠങ്ങളാൽ ആയവർക്ക് മാലിന്യങ്ങൾ ഒഴിഞ്ഞ ഹരേ കൃഷ്ണ മഹാമന്ത്രം മനസ്സിലാക്കുക ദുഷ്കരമത്രേ. ഈ കലിയുഗത്തിൽ ഈ ഹരേ കൃഷ്ണ മഹാമന്ത്ര സ്പന്ദനം മാത്രമാണ് ഭൗതിക മാലിന്യങ്ങൾ തീണ്ടാത്ത അതീന്ദ്രിയാവസ്ഥയെ പ്രാപിക്കാനുള്ള പദ്ധതി. ഈ തിരുനാമത്തിന് ബദ്ധ ജീവാത്മാക്കളെ ഉദ്ധരിക്കാൻ പ്രാപ്തിയുള്ളതിനാൽ അതിനെ സർവമന്ത്രസാരം അഥവാ എല്ലാ മന്ത്രങ്ങളുടെയും സാരാംശം എന്ന് വിളിക്കുന്നു. ഹരേ കൃഷ്ണ. ഭൗതിക ലോകത്തിൽ ഒരു വസ്തുവിനെ സൂചിപ്പിക്കുന്ന നാമം വിവാദ ഗവേഷണങ്ങൾക്ക് വിധേയമാക്കാം. എന്നാൽ ആത്മീയ ലോകത്തെ നാമവും അതിന്റെ ഉടമസ്ഥനും നാമിയും തമ്മിലും കീർത്തിമാനും തമ്മിലും ഭേദമില്ല. അതുപോലെ തന്നെ പരമതത്വത്തിന്റെ ഗുണങ്ങൾ, ലീലകൾ എന്നിങ്ങനെ പരമതത്വത്തെ സംബന്ധിച്ച എല്ലാം തന്നെ നിരപേക്ഷ തരത്തിലുള്ളവയാണ്. മായാവാദികൾ ഏകതത്വത്തെ വിശ്വസിക്കുന്നവരാണെങ്കിലും ഭഗവാനെയും അവിടുത്തെ തിരുനാമത്തെയും വേർതിരിച്ചു കാണുന്നു. ഈ നാമാപരാധ നിമിത്തം അവർ തങ്ങളുടെ ഉന്നതമായ ബ്രഹ്മജ്ഞാന പദവിയിൽ നിന്നും ക്രമേണ
നിബദിക്കുന്നു. ശ്രീമദ് ഭാഗവതം 10:2-32 ഇപ്രകാരം പ്രസ്താവിക്കുന്നു. ആരൂഹ്യകൃച്ഛേണ പരം പദം തഥാ പദന്ത്യഥോ അന്യാധൃത യുഷ്മദം ഖയഃ. മായാവാദികൾ കഠിന തപശ്ചര്യകൾ മൂലം ബ്രഹ്മജ്ഞാനത്തിന്റെ ഉന്നതാവസ്ഥയിലേക്ക് ഉയർത്തപ്പെട്ടാലും നിരപേക്ഷ തത്വത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ അഭാവത്താൽ അവർ നിബദിക്കുന്നു. സർവഖലിതം ബ്രഹ്മ, ചാന്തോപനിഷത്ത് 3:14-1. എല്ലാം ബ്രഹ്മമാകുന്നു എന്ന് അവർ പ്രഖ്യാപിക്കുന്നുവെങ്കിലും തിരുനാമവും ബ്രഹ്മമാണെന്ന് അവർക്ക് മനസ്സിലാകാവുന്നില്ല. നിത്യവും മഹാമന്ത്രം ജപിക്കുകയാണെങ്കിൽ ഈ തെറ്റിദ്ധാരണയിൽ നിന്നും അവർക്ക് മോചിതരാകാം. തിരുനാമത്തെ യഥാവിധി ശരണം പ്രാപിക്കാത്തിടത്തോളം ഒരുവന് നാമാപരാധ ദശയിൽ നിന്നും മോചനം നേടാനാവുകയില്ല. ഹരേ കൃഷ്ണ. ഹരിബോൾ. താങ്ക് യു പ്രഭു. മനോഹരമായിട്ടുള്ള ശ്ലോകം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. മനോഹരമായിട്ടുള്ള ശ്ലോകമാണ്. നാമവിനു കലികാലെ നാഹി ആരധർമ്മ. ഹരിനാമം അല്ലാതെ, വിനു എന്ന് പറഞ്ഞാൽ നാമം അല്ലാതെ കലികാലത്തിൽ വേറെ ധർമ്മമില്ല. അതാണ് പറയുന്നത്. കലികാലത്തിലെ ധർമ്മമാണ് ഹരിനാമം, അല്ലേ? നമുക്കറിയാം. കലൗ തത് ഹരികീർത്തന. കലിയുഗത്തിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു ധർമ്മം ഹരിനാമമാണ്. അതേപോലെ പറയുന്നു സർവമന്ത്രസാരനാം ഈ ശാസ്ത്രമർമ്മ. ശാസ്ത്രങ്ങളും പറയുന്നു. എന്താണ് പറയുന്നത്? സർവമന്ത്രസാര, അതായത് എല്ലാ വേദമന്ത്രങ്ങളുടെയും സാരമാണ് ഹരിനാമം. ഈ ഒരു ശ്ലോകം ഓർത്ത് വയ്ക്കുക. ഹരിനാമം എന്തുകൊണ്ട് ഹരിനാമത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നു എന്ന് ചോദിക്കുന്നതിന് ഉത്തരമാണ്. നാമവിനു കലികാലെ നഹിയാരധർമ്മ. നമ്മൾ കലിയുഗത്തിലാണ്. അപ്പോൾ കലിയുഗത്തിലെ ധർമ്മം, കലിയുഗധർമ്മം നാമമാണ്. മാത്രമല്ല സർവമന്ത്രസാര നാമ ഈ ശാസ്ത്രമർമ്മ. എല്ലാ ശാസ്ത്രങ്ങളിലും പറയുന്നു സർവമന്ത്രസാര നാമ. സർവ വേദ ശാസ്ത്രങ്ങളിൽ പറയുന്ന വേദമന്ത്രങ്ങളുടെയും സാരമാണ് ഹരിനാമം. അപ്പോൾ വേദങ്ങൾ മുഴുവൻ പഠിക്കാൻ പറ്റിയില്ല, വായിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ മനസ്സിലാവുന്നില്ല, അതിൽ പറയുന്ന ആ ഉച്ചാരണത്തോടുകൂടി മന്ത്രങ്ങൾ ചൊല്ലാൻ പറ്റുന്നില്ല, വിഷമിക്കേണ്ട ആവശ്യമില്ല. ഹരിനാമം മാത്രം മതി. ഹരിനാമത്തിലൂടെ നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുന്നു. അതാണ് പറഞ്ഞത്, സർവ്വമന്ത്രങ്ങളുടെയും സർവ്വവേദമന്ത്രങ്ങളുടെയും സാരം ഹരിനാമത്തിലുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ വിഷമിക്കേണ്ടത്? വേറെ ഒന്നും ഇല്ലെങ്കിലും ഹരിനാമമുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഹരിനാമ മഹാത്മ്യമാണ് ഒരു ക്ലാസ് മുഴുവനും ചർച്ച ചെയ്തത്. കൂടുതൽ ഞാനതിലേക്ക് പോകുന്നില്ല. എന്നാലും പറയുന്നു, നാമത്തിൽ ഇല്ലാത്തതായിട്ടുള്ള ഒന്നുമില്ല. നാമം കൊണ്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലവുമില്ല. അതായത് ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തുവാൻ നാമം തന്നെയാണ് സഹായിക്കുന്നത്. നാമമാണ് എല്ലാത്തിൻ്റെയും സാരം. നമ്മൾ പഠിക്കുന്ന ശാസ്ത്രങ്ങളും നമ്മൾ ചെയ്യുന്ന സത്സംഗങ്ങളും ഇതെല്ലാം അവസാനം നമ്മൾ ആ നാമത്തിലുള്ള രുചിയും അല്ലെങ്കിൽ നാമത്തോടുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റും വരാൻ വേണ്ടിയിട്ടാണ്. ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, നാമവും ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല എന്നുള്ളത്. ഭൗതിക തലത്തിലുള്ള ഒരു കൽമഷങ്ങളും ഒരു കണ്ടാമിനേഷനും നാമത്തെ എഫക്റ്റ് ചെയ്യുന്നില്ല, ശുദ്ധമാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നാമം എവിടെ വെച്ച് വേണമെങ്കിലും ഏത് സമയത്തും നമുക്ക് ഹരിനാമം ചൊല്ലാൻ സാധിക്കും. വേദമന്ത്രങ്ങൾ മറ്റുള്ള വേദമന്ത്രങ്ങൾ പോലെയല്ല. നാംനാമകാരി ബഹുധ നിജ സർവശക്തി തത്രാർപ്പിത നിയമിത സ്മരണേന കാലഹ. നിയമങ്ങൾ ഇല്ല. മാത്രമല്ല പ്രഭുപാദ് ഇവിടെ പറയുന്നു, നരോത്തം ദാസ് ഠാക്കൂർ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ആ ഒരു പാട്ടിൽ ഗീതത്തിൽ പറയുന്നു, ഗോലോകേര പ്രേമധന ഹരിനാമ സങ്കീർത്തൻ. ഗോലോകേര പ്രേമധൻ. ഹരിനാമ സങ്കീർത്തനം എന്ന് പറയുന്നത് ഗോലോകത്തിലെ ആണ്, ഗോലോകത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്, ഗോലോക വൃന്ദാവനത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. അത് ഇവിടെയുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മന്ത്രമല്ല. ഇത് ആധ്യാത്മിക ലോകത്തിൽ നിന്ന്, പ്രത്യേകിച്ചും ഗോലോക വൃന്ദാവനത്തിൽ നിന്ന് ഇങ്ങോട്ട് അവതരിച്ചിരിക്കുകയാണ് ഹരിനാമം. അതുകൊണ്ട് അത്രമാത്രം ശ്രേഷ്ഠമാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം.
പ്രഭുപാദ് പറയുന്നു വൈകുണ്ഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുണ്ഡങ്ങൾ അല്ലെങ്കിൽ ദുഃഖങ്ങളില്ലാത്ത സ്ഥലമാണ്. എന്നാൽ അവിടെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം അറിയാത്തവർ അല്ലെങ്കിൽ മഹാമന്ത്രം ചൊല്ലാത്തവർക്ക് എല്ലാ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. കാര്യം മനസ്സിലാക്കുന്നില്ല, ഭൗതിക ലോകത്തിൽ പ്രശ്നങ്ങളുണ്ടാവും എന്നുള്ളത്. അപ്പോൾ നാമത്തിൽ നമുക്ക് വിശ്വാസം വേണം. നാമത്തിലൂടെ നമുക്ക് എല്ലാ കൽമഷങ്ങളും മാറും എന്നുള്ളത് അത് ചെറിയൊരു സൈഡ് ആയിട്ടുള്ളൊരു എഫക്റ്റാണ്. പക്ഷേ മെയിനായിട്ടുള്ള എഫക്റ്റ് എന്താണ്? നാമം നമുക്ക് കൃഷ്ണപ്രേമം കൊണ്ടുതരുന്നു, കൃഷ്ണപ്രേമത്തിലേക്ക് എത്തിക്കുന്നു. അതാണ് ലക്ഷ്യം. അതിൻ്റെ കൂടെ ബൈ പ്രൊഡക്ട്സ് ആയിട്ട് അല്ലെങ്കിൽ സൈഡ് എഫക്ട്സ് ആയിട്ട് പോസിറ്റീവായിട്ടുള്ള സൈഡ് എഫക്റ്റാണ് പറയുന്നത്. അതായത് നമ്മുടെ പ്രശ്നങ്ങൾ പോകുന്നു, അല്ലെങ്കിൽ അത് ആങ്സൈറ്റി പോകുന്നു, ഇതെല്ലാം സൈഡിലൂടെ നടക്കും. എന്നാൽ നമ്മളെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടേക്കാണ്? ലക്ഷ്യത്തിലേക്ക്. കൃഷ്ണപ്രേമം തരുവാൻ ഉള്ള അത്ര ശക്തിയുണ്ട് നാമത്തിന്. ശ്രീല ഹരിദാസ് ഠാക്കൂർ ലക്ഷഹീരയ്ക്ക് കൊടുത്ത ഉപദേശങ്ങളിൽ ഒന്നാണ് എപ്പോഴും നാമം ചൊല്ലൂ, തുളസി സേവ ചെയ്യൂ. ദുയി സേവ കറോ, ഈ 2 സേവനം ചെയ്യൂ, ശീഘ്രം തന്നെ കൃഷ്ണേര ചരൺ അല്ലെങ്കിൽ ഭഗവാന്റെ ചരണങ്ങൾ നമുക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത്. ദുയി കറോ ശീഘ്ര പാപേ കൃഷ്ണേര ചരൺ. അതാണ്, അത്രയും ശക്തിയാണുള്ളത്. പ്രഭുപാദ് പിന്നീട് പറയുന്നു, ബ്രഹ്മജ്ഞാനം നേടിയിട്ടുള്ളവർക്കും ഒരുപക്ഷെ അവർക്കും അവരുടെ ആ ഒരു പൊസിഷൻ അവർക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ പരമസത്യത്തെ വേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ പരമസത്യത്തെ മനസ്സിലാക്കണമെങ്കിൽ സാധിക്കുന്നത് എങ്ങനെയാണ്? മന്ത്രത്തിലൂടെ അല്ലെങ്കിൽ നാമത്തിലൂടെയാണ് നമുക്ക് ഇതെല്ലാം മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ നാമം നമുക്ക് എല്ലാം തുറന്നു തരുന്നു. ശാസ്ത്രങ്ങൾ തുറന്നു തരുന്നു, ഗോലോക വൃന്ദാവനത്തിൻ്റെ വാതിൽ തുറന്നു തരുന്നു, രാധാകൃഷ്ണ സേവനം തുറന്നു തരുന്നു. എല്ലാം നാമത്തിൽ ഇല്ലാത്തതായിട്ടുള്ള ഒന്നുമില്ല. എല്ലാം നമുക്ക് നേടിത്തരാനുള്ള ശക്തിയാണ് നാമത്തിനുള്ളത്. പ്രഭുപാദ് പറയുന്നു, നാമാപരാധത്തോടുകൂടി നമ്മൾ നാമം ചൊല്ലുകയാണെങ്കിൽ, നാമാപരാധങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. 10 നാമാപരാധങ്ങൾ ശാസ്ത്രങ്ങളിൽ പറയുന്നത്. അപരാധങ്ങളോടുകൂടി നാമം ചൊല്ലുമ്പോൾ അതിനും എഫക്റ്റ് ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അത് പൂർണ്ണമായിട്ടുള്ള ഒരു എഫക്റ്റിലേക്ക് അല്ലെങ്കിൽ റിസൾട്ട് തരില്ല. വേറെ കുറേ പ്രശ്നങ്ങൾ, അതായത് പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൃഷ്ണപ്രേമം എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് നമ്മൾ അപരാധം കൂടാതെ ശുദ്ധനാമമാണ് ചൊല്ലേണ്ടത്. ശുദ്ധനാമം ചൊല്ലുവാൻ വേണ്ടി അങ്ങനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ശുദ്ധനാമം ചൊല്ലാൻ നമുക്കാർക്കും സാധിക്കില്ല. അപ്പോൾ ആ ശുദ്ധനാമത്തിൻ്റെ സ്റ്റേജിലേക്ക് എത്തണമെങ്കിൽ നല്ല രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ ആത്മാർത്ഥയോടുകൂടി നാമം ചൊല്ലി ഒരു കുട്ടി നടക്കാൻ പഠിക്കുന്നത് പോലെ നടക്കുന്നു, വീഴുന്നു, നടക്കുന്നു, വീഴുന്നു, നടക്കുന്നു, വീഴുന്നു, ഒരു ദിവസം ഓടും. അതേപോലെ അപ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക് എത്തുവാൻ സാധിക്കുന്നത് നമ്മുടെ നിരന്തരമായിട്ടുള്ള പ്രാക്ടീസും കൂട്ടത്തിൽ ഭഗവാനെ പൂർണ്ണമായിട്ടും ശരണം പ്രാപിക്കുക, നാമത്തെയും ശരണം പ്രാപിക്കുക, നാമത്തിൽ വിശ്വാസം ഉണ്ടാവുക. നാമത്തിൽ വിശ്വാസം വേണം, വിശ്വാസമില്ലാതെ കാര്യമില്ല. നാമത്തിൽ പരിപൂർണ വിശ്വാസം വേണം. അങ്ങനെയാവുമ്പോൾ നാമം റെസിപ്രോക്കേറ്റ് ചെയ്ത് തുടങ്ങും, നമുക്കത് ഫീൽ ചെയ്ത് തുടങ്ങും. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ചീപ്പായിട്ട് അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമ്മളൊന്നും ചെയ്യാതെ തന്നെ ഫ്രീ ആയിട്ട് ആളുകൾ ഹരേകൃഷ്ണ മഹാമന്ത്രം ചൊല്ലി നടക്കുന്നു. അല്ലെങ്കിൽ നാമം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് അതിൻ്റെ വില ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് ചീപ്പായിട്ട് എടുക്കുന്നത്, വേണ്ട ആ ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല. എന്നാൽ പൂർണ്ണമായിട്ടും നമ്മൾ നാമത്തെ ആശ്രയിക്കുകയാണെങ്കിൽ, ഇവിടെ പറയുന്നു നാമത്തെ ശരണം പ്രാപിച്ചില്ലെങ്കിൽ ആ നാമാപരാധത്തോട് കൂടിയിട്ടുള്ള നാമം ചൊല്ലൽ നമ്മളിൽ നിന്ന് പോവില്ല. അപ്പോൾ നാമത്തെ ശരണം പ്രാപിക്കണമെങ്കിൽ ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല, നാമപ്രഭുവാണ് അല്ലേ. ഭഗവാനെ പൂർണ്ണമായിട്ട് ശരണം പ്രാപിക്കുക എന്ന് പറയുന്നത് നാമത്തെ പൂർണ്ണം ശരണം പ്രാപിക്കുക എന്ന് പറയുന്നത് ഭഗവാനെ ശരണം പ്രാപിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നാമാപരാധത്തോട് കൂടിയിട്ടുള്ള നാമജപം നമ്മളിൽ നിന്ന് പോകുന്നത്. അതാണ്. അപ്പോൾ രണ്ടും വേണം. അതായത്
നമ്മുടെ പ്രയത്നം വേണം, പ്രാർത്ഥന വേണം, പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിച്ച് അദ്ദേഹത്തിൻ്റെ ശരണത്തിൽ നിന്നുകൊണ്ട് ശരണം പ്രാപിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ ഭംഗിയായി നാമം ചൊല്ലുവാൻ സാധിക്കുന്നു. കാര്യം നല്ല നാമം അല്ലെങ്കിൽ ശുദ്ധനാമം ചൊല്ലുക എന്നുള്ളതാണ്. ശുദ്ധനാമത്തിലൂടെയാണ് നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ആ പരമമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുന്നത്. അല്ലാതെ നാമാപരാധത്തിലൂടെയൊന്നും അവിടെ എത്താൻ പോകുന്നില്ല, ലക്ഷ്യത്തിലേക്ക് എത്തില്ല. ഓക്കെ, പ്രോസസ്സിലാണ്, നമ്മൾ വഴിയിലാണ്, ശരിയാണ്. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം ശുദ്ധനാമത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിലേക്ക് വരണം. അത് വലിയൊരു അച്ചീവ്മെൻ്റാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല. എന്നാൽ ഇല്ലാത്ത പക്ഷം, ആ ഒരു സ്റ്റേജിലേക്ക് വരാത്ത പക്ഷം നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ സാധിക്കില്ല. അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സെൻറ്റൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ചെയ്യുന്ന നാമത്തിലൂടെ കൃഷ്ണപ്രേമത്തിലേക്ക് എത്തുവാനുള്ള വഴികൾ, അതായത് നമ്മൾ ആ പാതയിലാണ്, ശരിയാണ്. പക്ഷേ അത് ഫുള്ളി അത് റിവീൽ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അത് മുഴുവനായിട്ടും നമുക്കത് അനുഭവിക്കണമെങ്കിൽ പതിയെ അത് നമ്മുടെ ക്വാളിറ്റി, ചാൻറ്റിങ്ങിൻ്റെ, നാമത്തിൻ്റെ ക്വാളിറ്റിയും കൂടണം. നാമത്തിൻ്റെ ക്വാളിറ്റി കൂടുമ്പോഴാണ് പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവുന്നത്. ഇല്ലെങ്കിൽ സമയമെടുക്കും, ഒരുപാട് സമയമെടുക്കും. പിന്നെ വേറെയും ഒരു കാര്യം ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. നാമ അപരാധത്തോട് കൂടിയിട്ട് നാമം ചൊല്ലുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഭൗതിക തലത്തിലുള്ള നേട്ടങ്ങളൊക്കെ ജീവിതത്തിൽ വരുന്നത് കാണാം. അപ്പോൾ നമ്മൾ വിചാരിക്കും, നാമം ചൊല്ലുന്നുണ്ട്, ഭഗവാൻ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്, എല്ലാം നല്ല സന്തോഷമായിട്ട് പോകുന്നുണ്ട്, നല്ല ജോലി, നല്ല പൈസ, എല്ലാം ഭംഗിയായി പോകുന്നു. ഭഗവാൻ അപ്പോൾ ആളുകൾ പറയും ഭഗവാൻ അനുഗ്രഹമാണ് എന്ന് പറയും. തീർച്ചയായിട്ടും ഭഗവാൻ അനുഗ്രഹമാണ്. പക്ഷെ ഭഗവാന് ശരിക്കുമുള്ള അനുഗ്രഹം അതല്ല. ശരിക്കുള്ള അനുഗ്രഹം എന്താണ്? എല്ലാം ഹരിഷ്യേ, അതായത് എല്ലാം അദ്ദേഹം എടുക്കുവാണെങ്കിൽ, നമ്മുടെ എല്ലാ സുഖസൗകര്യങ്ങളും അദ്ദേഹം എടുക്കുവാണെങ്കിൽ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതെല്ലാം അവിടെയാണ് ടെസ്റ്റ്. ആ സമയത്ത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ റിയാക്ഷൻ, നമ്മളെങ്ങനെ അതിനെ തരണം ചെയ്യുന്നു, ടോളറേറ്റ് ചെയ്യുന്നു, അതിലാണ് കാര്യം ഇരിക്കുന്നത്. അതാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഭൗതിക തലത്തിലുള്ള നേട്ടങ്ങൾ നേടുന്നത് നാമാപരാധത്തിലൂടെ, അതായത് ശുദ്ധനാമമല്ല, ശുദ്ധനാമത്തിലൂടെ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളല്ല കിട്ടുക. ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ നമ്മുടെ വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ നാമം ശുദ്ധമായിട്ടില്ല. ഇതുവരെ ശുദ്ധമായിട്ടുള്ള നാമമാണെങ്കിൽ നമുക്ക് വരാൻ പോകുന്നത് കൃഷ്ണപ്രേമമാണ്. ഹൃദയത്തിൽ ആ ഒരു ഭാവങ്ങളൊക്കെ വന്നു തുടങ്ങും, അനുഗ്രഹങ്ങൾ വന്നു തുടങ്ങും. നമുക്ക് മനസ്സിലാവും ആ ഒരു അനുഗ്രഹം, ആത്മീയ തലത്തിലുള്ള, ഭൗതിക തലത്തിലുള്ള നേട്ടങ്ങളെക്കുറിച്ചല്ല പറയുന്നത്. അതാണ് നാമത്തിൻ്റെ ശക്തി. 75ാമത്തെ ശ്ലോകം. ഏതബലി ഏക ശ്ലോക ശിഖായി ലമുരെ കണ്ഠേ കരി ഏ ശ്ലോക കരിഹ വിചാരേ. ഹരേ കൃഷ്ണ. ഏതബലി ഏക ശ്ലോക ശിഖായില മോരെ ഖണ്ഡേ കരി ഏ ശ്ലോക കരിഹ വിചാര. ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ ശക്തിയെ വിവരിച്ചതിന് ശേഷം എല്ലായ്പ്പോഴും ഖണ്ഡത്തിൽ സൂക്ഷിക്കുവാനായി എൻ്റെ ആത്മീയ ഗുരു എന്നെ മറ്റൊരു ശ്ലോകം പഠിപ്പിച്ചു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ഇവിടെ പറയുന്നത് ആരാണ്? മഹാപ്രഭു പറയുകയാണ്. മഹാപ്രഭു പറയുന്നു, എനിക്ക് വേദങ്ങൾ പഠിക്കാനുള്ള ആ ഒരു യോഗ്യതയൊന്നുമില്ല എന്ന് എൻ്റെ ഗുരു പറഞ്ഞു, അതുകൊണ്ട് നീ നാമം ചൊല്ലിയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ നാമത്തിൻ്റെ പ്രത്യേകത എന്താണ്? നാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവ്വവേദസാരമാണ്. അപ്പോൾ വേറെ ശാസ്ത്രങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, എല്ലാം നാമത്തിലൂടെ കിട്ടുന്നു. അപ്പോൾ ഇവിടെ മഹാപ്രഭു പറയുന്നു, എൻ്റെ ഗുരു നാമത്തിൻ്റെ മഹാത്മ്യം, ഹരിനാമ മഹാത്മ്യത്തെക്കുറിച്ച്, ഹരേകൃഷ്ണ മഹാമന്ത്രത്തിൻ്റെ ആ ഒരു ശക്തിയെക്കുറിച്ചെല്ലാം പറഞ്ഞു തന്നതിന് ശേഷം ഒരു കാര്യം കൂടെ എന്നോട് പറഞ്ഞു. ഈ ശ്ലോകം എപ്പോഴും ഈ ശ്ലോകം കണ്ഠസ്ഥമാക്കി എപ്പോഴും ഓർക്കുക, നാവിൽ എപ്പോഴും വേണം എന്നുള്ളത്. എന്താണ്? ഏത് ശ്ലോകമാണ്? അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞു, ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമൈവ കേവലം കലൗ നാസ്തിയേവ 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 ഗതിരന്യത. ഹരേ കൃഷ്ണ. ശ്ലോകം 76. ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമൈവ കേവലം കലൗ നാസ്തേവ 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 ഗതിരന്യത.
വിവർത്തനം ഭാവാർത്ഥം മേസി ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. കലിയുഗത്തിൽ ഹരിയുടെ തിരുനാമ ജപമല്ലാതെ ഹരിയുടെ തിരുനാമ ജപമല്ലാതെ ആത്മീയ പുരോഗതിക്ക് മറ്റൊരു വഴിയുമില്ല. ഭാവാർത്ഥം. ആത്മീയ പുരോഗതിക്കായി ശാസ്ത്രങ്ങൾ സത്യയുഗത്തിൽ ധ്യാനവും, ത്രേതായുഗത്തിൽ വിഷ്ണുപ്രീതിക്കായുള്ള യജ്ഞങ്ങളും, ദ്വാപരയുഗത്തിൽ ക്ഷേത്രാരാധനയും ശുപാർശ ചെയ്യുന്നു. എന്നാൽ ഈ കലിയുഗത്തിൽ തിരുനാമ ജപത്തിലൂടെ മാത്രമേ ആത്മീയ പുരോഗതി നേടാനാകൂ. ഇത് എല്ലാ വേദശാസ്ത്രങ്ങളിലും ഊന്നി പറയുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ ഈ വസ്തുതയ്ക്ക് ധാരാളം പ്രമാണങ്ങളുണ്ട്. ശ്രീമദ് ഭാഗവതം 12:3-51 ഇപ്രകാരം പ്രസ്താവിക്കുന്നു: കലേർ ദോഷേ നിതേ രാജൻ അസ്തി ഹേക്യോ മഹാഗുണഃ കീർത്തനാത് ഏവ കൃഷ്ണസ്യ മുക്തസംഗ പരം വ്രജേത്. ന്യൂനതകൾ നിറഞ്ഞ ഈ കലിയുഗത്തിലെ ജനങ്ങൾ ധാരാളം ഭൗതിക ക്ലേശങ്ങൾക്ക് വിധേയരാണ്. എന്നിരുന്നാലും ഈ യുഗത്തിന് മഹത്തായ ഒരു ഗുണമുണ്ട്. കൃഷ്ണന്റെ തിരുനാമ ജപം കൊണ്ട് മാത്രം ഭൗതിക മാലിന്യങ്ങളിൽ നിന്ന് വിമുക്തരായി ആത്മീയ ലോകത്തിലേക്ക് ഉയരുവാനാകും. നാരദ പഞ്ചരാത്രം താഴെ പറയുന്ന വിധം ഹരേ കൃഷ്ണ മഹാമന്ത്രത്തെ വാഴ്ത്തുന്നു: ത്രയോ വേദ ഷഡംഗാനി ഛന്ദാംസി വിവിധാസുരാഹ സർവം അഷ്ടാക്ഷരാന്തസ്തം യദച്ചാന്യത് അഭിവാങ്മയം സർവവേദാന്തസാരാർത്ഥ സംസാരാർണവധാരണഃ. 3 തരം വൈദിക അനുഷ്ഠാനങ്ങൾ, അതായത് കർമ്മകാന്ഡം, ജ്ഞാനകാന്ഡം, ഉപാസനാകാന്ഡം ഉൾപ്പെടെയുള്ള എല്ലാ വൈദിക ജ്ഞാനവും ഛന്ദസ്സുകളും, അതായത് വേദമന്ത്രങ്ങൾ, ദേവപ്രീതിക്കുള്ള യജ്ഞങ്ങളും ഹരേ കൃഷ്ണ എന്നുള്ള 8 വർണ്ണങ്ങളിൽ സംഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് വേദാന്തത്തിന്റെ അന്തസത്ത. അവിദ്യാസാഗരം കടക്കുവാനുള്ള ഒരേയൊരു മാർഗം തിരുനാമ ജപമാണ്. ഇതുപോലെ കലിസന്ധരണ ഉപനിഷത്ത് പ്രസ്താവിക്കുന്നു: ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. 32 വർണ്ണങ്ങളിലുള്ള ഈ 16 നാമങ്ങൾ മാത്രമാണ് കലിയുഗത്തിന്റെ ദുഷ്ഫലങ്ങൾ ഇല്ലാതാക്കുവാനുള്ള ഒറ്റ വഴി. ആ അവിദ്യാസാഗരം കടക്കുവാൻ തിരുനാമ ജപമല്ലാതെ മറ്റൊരു വഴിയുമില്ലെന്ന് എല്ലാ വേദങ്ങളിലും കാണാവുന്നതാണ്. അതുപോലെ മുണ്ഡോപനിഷത്ത് വ്യാഖ്യാനം നൽകുമ്പോൾ ശ്രീ മധ്വാചാര്യർ നാരായണ സംഹിതയിൽ നിന്നും താഴെ പറയുന്ന ശ്ലോകം ഉദ്ധരിക്കുന്നു: ദ്വാപരൈർ ജനൈർ വിഷ്ണു പഞ്ചരാത്രേസ്തു കൈവലൈഃ കലൗതു നാമമാത്രേണ പൂജ്യതേ ഭഗവാൻ ഹരിഃ. ദ്വാപരയുഗത്തിൽ പഞ്ചരാത്ര വിധി പ്രകാരമുള്ള ആർഭാടപൂർവമായ ആരാധനകൾ വഴി മാത്രമേ ഒരുവന് വിഷ്ണുവിനെ സംപ്രീതനാക്കുവാൻ കഴിഞ്ഞിരുന്നുള്ളൂ. എന്നാൽ ഈ കലിയുഗത്തിൽ കേവലം തിരുനാമജപം വഴി ഭഗവാനെ ആരാധിക്കുവാനും സന്തുഷ്ടനാക്കുവാനും കഴിയും. ഭക്തി സന്ദർഭ എന്ന ഗ്രന്ഥത്തിൽ, അതായത് ശ്ലോകം 284, ശ്രീല ജീവഗോസ്വാമി തിരുനാമജപത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് ഇപ്രകാരം പ്രസ്താവിക്കുന്നു: നനു ഭഗവൻ നാമാത്മക ഏവ മന്ത്ര തത്ര വിശേഷണ നാമഃ ശബ്ദാദ്യലംകൃത ശ്രീ ഭാഗവത ശ്രീമദ് ഭിഞ്ച ഹിതശക്തി വിശേഷ ശ്രീ ഭാഗവത സമം ആത്മസംബന്ധ വിശേഷ പ്രതിപാദകാശ്ച തത്ര കേവലാനി ശ്രീ ഭഗവാൻ നാമാന്യപി. വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്തോളൂ, സാരമില്ല. ഹരേ കൃഷ്ണ. പിന്നത്തെ വായിച്ചോട്ടെ. ജീവഗോസ്വാമിയുടെ പ്രോകളാണ് ഇത്. ശ്ലോകമല്ല, പ്രോസ് എന്ന് പറയും. പ്രോസും ഉണ്ടാവും, പോയംസും ഉണ്ടാവും, രണ്ടും ഉണ്ടാവും ശാസ്ത്രങ്ങളിൽ. ഇത് പ്രോ ആണ്. സോ നമുക്ക് കുഴപ്പമില്ല, അതിൻ്റെ അർത്ഥം വായിച്ചാൽ മതി, താഴെ കൊടുത്തിട്ട്. ഭഗവാന്റെ തിരുനാമജപമാണ് എല്ലാ വേദമന്ത്രങ്ങളുടെയും സാരാംശമെന്ന് ശ്രീല ജീവഗോസ്വാമി പ്രസ്താവിക്കുന്നു. ഓരോ മന്ത്രവും നമ ഓം എന്ന ഉപസർഗത്തിൽ തുടങ്ങുകയും അന്തിമമായി പരമദിവ്യത്വ പുരുഷനായ ഭഗവാനെ നാമരൂപത്തെ സംബോധന ചെയ്യുകയും ചെയ്യുന്നു. നാരദമുനി തുടങ്ങിയ ഋഷികളാൽ ആലാപനം ചെയ്യപ്പെട്ട ഈ മന്ത്രങ്ങളിൽ ഭഗവത് ഇച്ഛയാൽ സവിശേഷമായ ശക്തി ഉള്ളടക്കിയിരിക്കുന്നു. തിരുനാമജപം ദ്രുതഗതിയിൽ ഭഗവാനും ജീവാത്മാവും തമ്മിലുള്ള അതീന്ദ്രിയ ബന്ധത്തെ പുനർനവീകരിക്കുന്നു. തിരുനാമം ജപിക്കുന്നതിനായി മറ്റു ബാഹ്യവസ്തുക്കളെ ആശ്രയിക്കേണ്ടതില്ല. എന്തുകൊണ്ടെന്നാൽ ഭഗവാനുമായി നേരിട്ട് ബന്ധം സ്ഥാപിക്കുമ്പോൾ
കിട്ടുന്ന എല്ലാ ഫലങ്ങളും ദ്രുതഗതിയിൽ തന്നെ തിരുനാമജപത്തിൽ നിന്നും ലഭിക്കുന്നു. അങ്ങനെയിരിക്കെ തിരുനാമജപത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരുവന് ദീക്ഷയുടെയും മറ്റ് ആത്മീയ പ്രവർത്തനങ്ങളുടെയും ആവശ്യകത എന്തെന്ന് ഒരു ചോദ്യം ഉയർന്നേക്കാം. തിരുനാമജപത്തിൽ പൂർണ്ണമായും വ്യാപൃതനായ ഒരുവന് ദീക്ഷയുടെയും മറ്റും ആവശ്യമില്ലെങ്കിലും പൊതുവെ ഒരു ഭക്തൻ മുൻജന്മ മാലിന്യങ്ങളാൽ നിന്ദ്യങ്ങളായ ധാരാളം ഭൗതിക വാസനകൾക്ക് അതീതനാണെന്നതാണ് ഇതിനുള്ള ഉത്തരം. ഇത്തരം ഭൗതിക മാലിന്യങ്ങളിൽ നിന്നും അതിവേഗം മോചനം നേടുവാൻ ക്ഷേത്രാരാധന ആവശ്യമാണ്. ബദ്ധജീവിതത്തിന്റെ മലിനീകരണം മൂലമുണ്ടാകുന്ന ഒരുവന്റെ അക്ഷമാവസ്ഥ കുറയ്ക്കുവാൻ അർച്ചനാ വിഗ്രഹങ്ങളുടെ ആരാധന അത്യന്താപേക്ഷിതമാണ്. ഓരോ ബദ്ധജീവാത്മാവും ഇന്ദ്രിയാസ്വാദനത്തെ ലക്ഷ്യമാക്കിയുള്ള ശാരീരിക അവബോധത്താലാണ് നിലകൊള്ളുന്നത്. ഈ ഇന്ദ്രിയാസ്വാദനത്തെ നിയന്ത്രിക്കുവാനായി നിബന്ധനകൾ അനുസരിച്ച് വിഗ്രഹാരാധനയിൽ ഏർപ്പെടേണ്ടത് ആവശ്യമാണ്. അക്കാരണത്താൽ നാരദമുനി തന്റെ പഞ്ചരാത്രിക വിധിയിലും മറ്റ് ഋഷീശ്വരന്മാരും ഇതിൽ ഊന്നൽ നൽകുന്നു. മുക്താത്മാക്കൾക്കാണ് യഥാർത്ഥത്തിൽ തിരുനാമം ജപിക്കാൻ സാധിക്കുകയെന്ന് ശ്രീലരൂപ ഗോസ്വാമി വിവരിക്കുന്നു. എന്നാൽ നമുക്ക് ശിഷ്യന്മാരായി സ്വീകരിക്കേണ്ടി വരുന്നവർ ഏകദേശം എല്ലാവരും തന്നെ ബദ്ധാത്മാക്കളാണ്. അപരാധങ്ങളില്ലാതെയും യമനിയമങ്ങൾ പാലിച്ചുകൊണ്ടുമാണ് തിരുനാമങ്ങൾ ജപിക്കേണ്ടതെന്ന് വേദങ്ങൾ ഉപദേശിക്കുന്നു. എന്നിരുന്നാലും മുൻജന്മത്തെ അധമ വാസനകൾ മൂലം അവർ നിയമനിബന്ധനകളിൽ നിന്നും വ്യതിചലിക്കുന്നു. അതിനാൽ വിഗ്രഹാരാധന സംബന്ധിച്ചുള്ള നിയമങ്ങളും നാമജപം പോലെ അത്യന്താപേക്ഷിതമാണ്. ഹരേ കൃഷ്ണ പ്രജി. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇവിടെ പറയുന്നു ഹരേർ നാമ ഹരേർ നാമ ഏവ കേവലം നാമ ഇവ കേവലം കലൗ നാസ്തിയവ ഗതിർ അന്യത. ഈ ശ്ലോകം എല്ലാവർക്കും അറിയാവുന്ന ശ്ലോകമാണ്. കലിയുഗത്തിൽ ഹരിനാമം അല്ലാതെ വേറെ ഒരു വഴിയില്ല എന്നുള്ളത് എടുത്തു പറയുന്ന ശ്ലോകമാണ്. ശീലപ്രഭുജി ഭാവാർത്ഥത്തിൽ പറയുന്നു, കലേർദോഷനീതേ രാജൻ എന്ന് പറയുന്ന ശ്ലോകം ഇവിടെ കോട്ട് ചെയ്തിട്ട് പറയുന്നുണ്ട്, കലിയുഗത്തിൽ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ, എന്നാൽ ഈ ഒരു കലിയുഗത്തിൽ ഹരിനാമത്തിലൂടെ ഹരേകൃഷ്ണ മഹാമന്ത്രത്തിലൂടെ മുക്തസംഗ പരംബ്രജേത് മുക്തി നേടാൻ സാധിക്കും. ഭൗതിക കൽമശങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും ഈ ഭൗതിക ലോകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ആധ്യാത്മിക ലോകത്തിലേക്ക് പോകാനുള്ള ശക്തിയുണ്ട് ഹരേകൃഷ്ണ മഹാമന്ത്രത്തിന്. അതുകൊണ്ട് കലിയുഗത്തിലെ ആളുകൾ ഈ ഒരു മന്ത്രമാണ് ചൊല്ലേണ്ടതെന്ന് പറയുന്നു. പിന്നീട് പ്രഭുപാദ് ഇവിടെ പറയുന്നത് നാരദ പഞ്ചരാത്രയിൽ ഹരേകൃഷ്ണ മഹാമന്ത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം അദ്ദേഹം ഇവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്. ശ്ലോകം സർവവേദാന്ത സാരാർത്ഥ. അവിടെ പറയുന്നു സർവവേദാന്തങ്ങളുടെയും സാരമാണ് ഹരേകൃഷ്ണ മഹാമന്ത്രം എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. കലിസന്തരണ ഉപനിഷത്തിൻ്റെ റെഫറൻസ് പ്രഭുപാദ് പറയുന്നുണ്ട്. കലിസന്തരണ ഉപനിഷത്തിൽ ഹരേകൃഷ്ണ മഹാമന്ത്രത്തെക്കുറിച്ച് പറയുന്നു. ഹരേകൃഷ്ണ മഹാമന്ത്രം അവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം പറയുന്നത് നാരായണ സംഹിതയിൽ നിന്ന് പറയുന്നു. പല റെഫറൻസസ് ആണ് അദ്ദേഹം പറയുന്നത്. പല സ്ഥലങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പല ശാസ്ത്രങ്ങളിലും പറയുന്ന റെഫറൻസസ് ആണ് ശ്രീല പ്രഭുപാജി ഇവിടെ കോട്ട് ചെയ്യുന്നത്. നാരായണ സംഹിതയിലും പറയുന്നുണ്ട്, കലൗ തു നാമമന്ത്രേന. കലിയുഗത്തിൽ നാമമന്ത്രത്തിലൂടെയാണ് നമുക്ക് ഭഗവത് സാക്ഷാത്കാരം അല്ലെങ്കിൽ ഭഗവാനെ സന്തോഷിപ്പിക്കാൻ സാധിക്കുന്നത് എന്നുള്ളത്. പിന്നീട് ശീലജീവ ഗോസ്വാമിയുടെ ആ നാമത്തെക്കുറിച്ചുള്ള ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്മളത് വായിച്ചു. അപ്പോൾ അവിടെയും എസൻസ് എന്താണെന്ന് വെച്ചാൽ വേദമന്ത്രങ്ങളിൽ അല്ലെങ്കിൽ എല്ലാ വേദമന്ത്രങ്ങളിലെ സാരമാണ് ഹരിനാമം എന്നുള്ളത് അവിടെയും തെളിയിക്കുന്നു. അപ്പോൾ നാമം ജപം, ഹരിനാമത്തിൻ്റെ മഹാത്മ്യം, അതേപോലെ ആ നാമം ചൊല്ലുന്നതും കീർത്തനം പാടുന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതും ഇതിലൂടെ ആചാര്യന്മാരെ നമുക്ക് പറഞ്ഞു തരുന്നു. ശില ജീവഗോസ്വാമിയുടെ ഇതിൽ പറയുന്നു, നാമത്തിലൂടെ നമുക്ക് ഭഗവാനുമായിട്ടുള്ള ആ ഒരു ബന്ധത്തെ നമുക്ക് പുനഃസ്ഥാപിക്കാൻ സാധിക്കുന്നു. നമുക്ക് ഭഗവാനുമായിട്ടുള്ള ബന്ധമുണ്ട്, പക്ഷെ അത് മൂടിയിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം തിരിച്ച് നമ്മളെ റീകണക്റ്റ് ചെയ്യുന്നു ഭഗവാനുമായിട്ട്. അത്ര ശക്തിയുണ്ട് നാമത്തിന് എന്നാണ് പറയുന്നത്. പിന്നെ ഒരു ചോദ്യം പ്രഭുപാദ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ആളുകൾക്ക് അങ്ങനെയാണെങ്കിൽ ഒരു സംശയം വരും. അതായത്
നാമം ചൊല്ലാൻ വേണ്ടി ദീക്ഷയുടെ ആവശ്യമുണ്ടോ? നാമം മാത്രം മതി എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് വിഗ്രഹാരാധന ചെയ്യുന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ മനസ്സിൽ വരാം. അതിനുള്ള ഉത്തരവും പ്രഭുപാദ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ദീക്ഷ വേണോ, അല്ലെങ്കിൽ എന്തിനാണ് വിഗ്രഹാരാധന ചെയ്യുന്നത്? കലിയുഗത്തിലെ ധർമ്മം പറയുന്നത് വിഗ്രഹാരാധനയല്ല, ഹരിനാമമാണ്. വിഗ്രഹാരാധന പറയുന്നത് ദ്വാപരയുഗത്തിലെയാണ്. പക്ഷെ നമ്മളിപ്പോഴും അത് ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? അപ്പോൾ പ്രഭുപാദ അതിനുള്ള ഉത്തരം പറയുന്നു. അത്രമാത്രം കണ്ടാമിനേഷൻസ് ഉണ്ട് നമുക്ക്, ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള കണ്ടാമിനേഷൻസ് ഉണ്ട്. അപ്പോൾ ശ്രീമൂർത്തി വിഗ്രഹ ആരാധനയിലൂടെ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ കാര്യം നമ്മൾ നാമത്തിൽ നമുക്ക് വിശ്വാസം, നാമം ഭഗവാനാണ് എന്ന് പറയുമ്പോൾ എത്ര ആളുകൾക്കത് വിശ്വാസമാവുന്നുണ്ട്? നാമം ചൊല്ലുന്ന സമയത്ത് ഭഗവാൻ നാവിൽ വരുന്നു, ഡാൻസ് കളിക്കുന്നു, നാമവും ഭഗവാനും തമ്മിൽ വ്യത്യാസവുമില്ല എന്നുള്ള ആ കാര്യത്തെ വിശ്വസിക്കാൻ, അല്ലെങ്കിൽ ആ വിശ്വാസം വരുമെന്ന് പറയുന്നത് എളുപ്പമല്ല. എന്നാൽ വിഗ്രഹങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശ്രീമൂർത്തി വിഗ്രഹങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ വിശ്വാസം കൂടുതലുണ്ടാകും. കാര്യം നമ്മൾ ആ ഒരു മൂർത്തിയെ കാണുന്നു, പൂജകൾ ചെയ്യുന്നു. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആക്ടിവിറ്റീസ് ആസ് എ സർവീസ് ആ ശ്രീമൂർത്തി വിഗ്രഹങ്ങൾക്കായിട്ടുള്ള സേവനം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് ടാഞ്ചിബിളായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അതിൽ വിശ്വാസം വരുന്നു. എന്നാൽ നാമം മാത്രമാകുമ്പോൾ അതിൽ അത്ര വിശ്വാസം നാമത്തിൽ ഇല്ലാത്തതുകൊണ്ട് നാമവും ഭഗവാനും ഒന്നാണെന്നുള്ളൊരു ഫീലിംഗ് വരില്ല. എന്നാൽ മൂർത്തി വിഗ്രഹങ്ങളെ നമ്മൾ കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഭഗവാനാണ്, ശ്രീമൂർത്തി എന്ന് പറയുന്ന വിഗ്രഹങ്ങൾ ഭഗവാൻ തന്നെയാണ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് നമുക്ക് വരാത്തത് കൊണ്ട് നമ്മൾ ശ്രീമൂർത്തി വിഗ്രഹാരാധന ചെയ്യണമെന്നാണ് പറയുന്നത്. ശ്രീല ഹരിദാസ് ഠാക്കൂറിന് എന്തെങ്കിലും ഡീറ്റീസ് ഉണ്ടായിരുന്നോ? കേട്ടിട്ടില്ല ഇതുവരെ. ഹരിദാസ് ഠാക്കൂറിൻ്റെ ഡീറ്റി എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ ജപമാലയായിരുന്നു, വേറെ ഒന്നും ആയിരുന്നില്ല. ശ്രീല രാധാനാഥ് സ്വാമി മഹാരാജിനോട് ഒരിക്കൽ ഒരു വേറെ അദ്ദേഹത്തിൻ്റെ സീനിയറായിട്ടുള്ളൊരു ഡിവോട്ടി ചോദിച്ചതാണ്, മഹാരാജ് ഒരുമാതിരി അല്ലെങ്കിൽ കൂടുതലും മിക്കവാറുമുള്ള എല്ലാ ഗുരു അദ്ദേഹത്തിൻ്റെ ഗോഡ് ബ്രദേഴ്സിനും എല്ലാവർക്കും ശാലിഗ്രാം ശിലയോ അല്ലെങ്കിൽ ഗോവർന്നിത്തായോ അല്ലെങ്കിൽ ഗോവർദ്ധന ശിലയോ അങ്ങനെ എന്തെങ്കിലും ആരാധന മൂർത്തികളുണ്ട്. അവർ യാത്ര ചെയ്യുമ്പോൾ അത് കൂടെ കൊണ്ടുപോകും. അങ്ങേക്ക് മാത്രം ഒന്നുമില്ലല്ലോ, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. മഹാരാജ് അങ്ങനെ സ്പെസിഫിക്കലി ഒരു ഡീറ്റീസ് കൊണ്ട് ട്രാവൽ ചെയ്യുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ മഹാരാജിനോട് ചോദിച്ചപ്പോൾ മഹാരാജ് ഉത്തരം പറഞ്ഞു. അദ്ദേഹം ജപമാല എടുത്ത് കാണിച്ചു കൊടുത്തു. ഇതാണ് എൻ്റെ ഡീറ്റി എന്ന് പറഞ്ഞാൽ ഈ മാലയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് നാമത്തിലുള്ള അത്രയും വിശ്വാസമാണ്. നാമം കൊണ്ട് ബാക്കിയുള്ള എല്ലാ പ്രോസസ്സും അതിൽ ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ലെവലിനനുസരിച്ച് അദ്ദേഹത്തിന് മനസ്സിലാവുന്നു. ശ്രീല ഹരിദാസ് ഠാക്കൂറും അതേപോലെ തന്നെ 3 ലക്ഷം നാമം ചൊല്ലുന്നത് അദ്ദേഹം വേറെ ഒന്നും ഏതെങ്കിലും അമ്പലത്തിൽ പോയി സേവനം, അതായത് അമ്പലത്തിൽ ദർശനത്തിന് അദ്ദേഹം പോകാറില്ല. കാര്യം അദ്ദേഹം വേറെ സമുദായം ആയതുകൊണ്ട് അദ്ദേഹം എവിടെയും പോവില്ല. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുള്ള മൂർത്തിയെ ആരാധിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. കാര്യം നാമത്തിൽ പൂർണ്ണ വിശ്വാസമാണ്, നാമമാണ് എല്ലാം അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കുഴപ്പമില്ല. നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ആ ഒരു ലെവലിൽ വരാത്തത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ആ ഒരു ഫീലിങ്സ് വേണമെങ്കിൽ, ആ ഒരു വിശ്വാസം മൂർത്തിയിൽ നമ്മൾ ആരാധന ചെയ്യും, മൂർത്തിയോട് വിഗ്രഹങ്ങളോടുള്ള ആരാധന നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എന്തോ ചെയ്യുന്നതായിട്ട് ആ ഒരു റിലേഷൻഷിപ്പൊക്കെ നമുക്ക് ഫീൽ ചെയ്തു തുടങ്ങും പതുക്കെ. അങ്ങനെ പതിയെ ഭഗവാന്റെ കൃപ കൊണ്ട് നമുക്ക് നാമത്തിലും വിശ്വാസം കൂടും. അപ്പോൾ അതുകൊണ്ടാണ് പ്രഭുപാദ പറയുന്നത്, ഇന്നത്തെ കാലത്ത് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ശ്രീമൂർത്തി വിഗ്രഹ ആരാധന ആവശ്യമാണ്. കാര്യം നാമത്തിൽ അത്രമാത്രം പക്ക ഫെയ്ത്ത് നമുക്ക് വരാത്തത് കൊണ്ട്. അതുകൊണ്ട് പാരലലി രണ്ടും ഒരേപോലെ ചെയ്യണമെന്ന് അദ്ദേഹം ഇവിടെ നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ വിഗ്രഹാരാധന നമ്മൾ ചെയ്യാതിരിക്കരുത്, അതും ആവശ്യമാണ്. കാര്യം നാമത്തിലുള്ള വിശ്വാസം പതുക്കെ കൂടുകയുള്ളൂ. ശ്രീമൂർത്തി വിഗ്രഹാരാധനയിലൂടെ നാമത്തിനോടുള്ള വിശ്വാസം, കാര്യം നാമമാണ് എല്ലാം. അൾട്ടിമേറ്റ്ലി നമ്മൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ആരും ചന്ദനത്തിരിയും ചാമരവും എടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നില്ല, അതിനുള്ള ശക്തി ഉണ്ടാവില്ല. പക്ഷെ നാമം അപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ അന്ന് നമ്മുടെ നാവിൽ നാമം വരണമെങ്കിൽ, അന്ന് നമ്മുടെ ഹൃദയത്തിൽ ഭഗവാൻ വരണമെങ്കിൽ
ആ നാമത്തിലൂടെയാണ് വരുന്നത്. അപ്പം നാമം നമ്മുടെ കൂടെ അപ്പോഴും ഉണ്ട്, എല്ലാ സമയത്തും സദാസമയത്തും ഉണ്ട്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് ഇന്നത്തെ അവസ്ഥ അനുസരിച്ച് വിഗ്രഹാരാധനയും ആവശ്യമാണ് എന്ന് പറയുന്നു. പിന്നെ ദീക്ഷയുടെ കാര്യം അപ്പോൾ ചോദിക്കും, ദീക്ഷയുടെ ആവശ്യമുണ്ടോ? ഹരേ കൃഷ്ണ മഹാമന്ത്രം ദീക്ഷയ്ക്ക് മുമ്പും നമ്മൾ ചൊല്ലുന്നു, ദീക്ഷ കഴിഞ്ഞിട്ടും അത് തന്നെ ചൊല്ലുന്നു. വ്യത്യാസം എന്താണ്? വ്യത്യാസമുണ്ട്. രണ്ടും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ചൊല്ലുന്ന മന്ത്രം മാറുന്നില്ല, പക്ഷേ ആ മന്ത്രം ഗുരുവിൽ നിന്ന് നമുക്ക് കിട്ടുമ്പോൾ അതിന് ശക്തി കൂടുതലാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ശ്രീ ഗുരു ചൊല്ലിയ അല്ലെങ്കിൽ ശ്രീ ഗുരുവിൻ്റെ അനുഗ്രഹത്തോടു കൂടി ആ ഒരു എംപവർമെൻ്റ് കൂടെ നമുക്കതിൻ്റെ കൂടെ കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ദീക്ഷയിലൂടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ പാപങ്ങളെ മാറ്റുന്നു, അതേപോലെ ഭഗവാനുമായിട്ടുള്ള ഫോർമലായിട്ടുള്ളൊരു കണക്ഷൻ അദ്ദേഹം തരുന്നു. മാത്രമല്ല ഇനി ഈ ഭൗതിക ലോകം വിട്ട് ആധ്യാത്മിക ലോകത്തിലേക്ക് പോകുമ്പോൾ ശ്രീ ഗുരുവിലൂടെ അല്ലാതെയാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ ആധ്യാത്മിക ലോകത്തിൽ ഒരുപാട് ഭക്തരുണ്ട്. അപ്പോൾ അവിടെ സഹകരിച്ചും അല്ലെങ്കിൽ ആരുടെയെങ്കിലും കീഴിൽ നിന്നുകൊണ്ടുള്ള സേവനങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളാരും അവിടെയുള്ള നിത്യസിദ്ധരല്ല, ഇവിടെ നിന്ന് അവിടെ പോകുന്നവരാണ്. അതുകൊണ്ട് ആ ഒരു ഗുരുവിൻ്റെ കീഴിൽ നിന്നിട്ടുള്ള ആ ഒരു ഹൈറാർക്കീസ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആഗ്യായ കൊരിബോ സേവ ചരണാരവിന്ദ, ഇങ്ങനെയാണ് നരോത്തം ദാസ് ഠാക്കൂർ പ്രാർത്ഥിക്കുന്നത്. അതേപോലെ ഇവിടെ തുളസി ആരതിയിലും പ്രാർത്ഥിക്കുന്നത് എന്താണ്? ഏയ് നിവേദനദാരോ ഷക്കീരാനുഗത കോരോ സേവാ അധികാരതിയെ കോരോ നിജദാസി. അവിടെയും ഈ നിവേദന അത് പറയുന്നു, സഖിമാരുടെ അനുഗത്യയിൽ അല്ലെങ്കിൽ സഖിമാരെ നമ്മൾ പിന്തുടർന്നുകൊണ്ട് അവരുടെ അനുഗത്യയിൽ നമ്മൾ സേവനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ അനുഗത്യ എന്ന് പറയുന്നത് ആ സിസ്റ്റം തന്നെയാണ് ഗുരു ശിഷ്യ പരമ്പര അല്ലെങ്കിൽ ഗുരു ശിഷ്യനുമായിട്ടുള്ള റിലേഷനും. നമ്മൾ ഗുരുവിൻ്റെ അനുഗത്യയിൽ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഗുരുവിനെ ആശ്രയിച്ചുകൊണ്ട് ഗുരുവാണ് നമ്മളെ അതിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ദീക്ഷയും ആവശ്യമാണ്. എന്നാൽ ആധ്യാത്മിക ലോകത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടും ഭഗവാന്റെ ദർശനത്തിനും വേണ്ടി ദീക്ഷയുടെ ആവശ്യമില്ല. ആചാര്യന്മാർ പറയുന്നു സേവനം എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഒരു കണക്ഷൻ അവിടെ വേണം. ആ കണക്ഷൻ ദീക്ഷയിലൂടെയാണ് നമുക്ക് സ്ഥാപിച്ച് കിട്ടുന്നത്. അങ്ങനെയുള്ളൊരു കണക്ഷൻ അവിടെ പോകുമ്പോഴും നമ്മളങ്ങനെ ആരുടെയെങ്കിലും കീഴിലായിരിക്കും. അതാണ് നമ്മൾ ശാസ്ത്രങ്ങളിൽ നിന്ന് പറയുന്നതും ആചാര്യന്മാരെ പറയുന്നത് കേട്ടിട്ടുള്ളത്. അപ്പോൾ ദീക്ഷ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഭഗവാന്റെ ദർശനത്തിനോ ആധ്യാത്മിക ലോകത്തിൽ പോകുന്നതിനോ ആവശ്യമില്ല. എന്നാൽ ഫർദർ കാര്യങ്ങൾക്ക് ആവശ്യം ഉണ്ട് എന്നുള്ളതാണ് കാര്യം. പിന്നെ മാത്രമല്ല ദീക്ഷയിലൂടെ വേഗത്തിൽ നമുക്ക് ആധ്യാത്മിക അല്ലെങ്കിൽ ആ ഭഗവത് സാക്ഷാത്കാരം സാധിക്കുന്നു. ഇല്ലെങ്കിൽ നമ്മുടെ പാപങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി എത്ര ജന്മങ്ങൾ എടുക്കേണ്ടി വരും എന്നറിയില്ല. എന്നാൽ ദീക്ഷയിലൂടെ ഗുരുവിൻ്റെ കൃപ കൊണ്ട് പാപങ്ങളെല്ലാം നമ്മുടെ മാറ്റിത്തരുന്നുമുണ്ട് അദ്ദേഹം, അല്ലേ? അപ്പോൾ ഒരുപാട് വേഗത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനും സാധിക്കുന്നു. അതുകൊണ്ട് ദീക്ഷയ്ക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മഹാപ്രഭു അദ്ദേഹത്തിൻ്റെ ലീലയിലും ദീക്ഷ എടുക്കുന്നത്. അല്ലെങ്കിൽ ഏത് ആചാര്യന്മാരെ നോക്കിക്കോളൂ, എല്ലാവരും ആ ഒരു ഗുരു പരമ്പര സിസ്റ്റം ഫോളോ ചെയ്തിട്ടുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ശ്ലോകം 77. ഏഴി ആജ്ഞാപായനാമാല ഈ അനുക്ഷണ നാമലൈത്തെ ലൈത്തെ മോര ഭ്രാന്ത ഹൈലമന. മഹാപ്രഭു ഹരേ കൃഷ്ണ. വായിക്കൂ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. വായിച്ചോളൂ മാധവി. ആജ്ഞാപാന നാമലായി അനുക്ഷണ നാമലൈത്തെ ലൈത്തെ മോര ഭ്രാന്ത ഹൈലമന. വിവർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണ അരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭാത് കി ജയ്. ശ്രീ ചൈതന്യ മഹാപ്രഭു തുടർന്ന് പറഞ്ഞു, ആത്മീയ ഗുരുവിൽ നിന്നും ഈ നിർദ്ദേശം സ്വീകരിച്ചതു മുതൽ ഞാൻ നിരന്തരം തിരുനാമം ജപിക്കുകയും ഇതിന്റെ ഫലമായി ഞാൻ ഇപ്പോൾ ഉന്മത്തനായി തീരുകയും ചെയ്തിരിക്കുന്നു. ഹരേ കൃഷ്ണ.
ഇവിടെ പറയുന്നു, ആധ്യാത്മിക ഗുരുവിൽ നിന്ന് ഈ ഒരു നിർദ്ദേശം കിട്ടിയതിന് ശേഷം ഞാൻ നാമം ചൊല്ലി തുടങ്ങി. അങ്ങനെ ഈ നാമത്തിലൂടെ ഉന്മത്തനാവുന്നു. ഭ്രാന്തൻ, ഇവിടെ ഭ്രാന്ത എന്ന് പറയുന്നത്, അതായത് അദ്ദേഹം പൂർണ്ണമായിട്ടും അതീന്ദ്രിയ അവസ്ഥയിലാണ് നാമം ചൊല്ലി ചൊല്ലി. ധൈര്യധാരിതേ നാരി ഹൈലാമ ഉന്മത്ത ഹാസി കാന്തി നാച്ചി ഗായി യായ്ചേ മദമത്ത. ഹരേ കൃഷ്ണ. ധൈര്യധരിതേ നാരി ഹൈലാമ ഉന്മത്ത ഹാസി കാന്തി നാച്ചി ഗായി യൈചേ മദമത്ത. വർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. തിരുനാമങ്ങൾ ഭാവഭരിതമായി ജപിക്കുമ്പോൾ ഞാൻ സ്വയം മറക്കുകയും ചിരിക്കുകയും കരയുകയും നൃത്തം ചെയ്യുകയും ഉന്മത്തനെ പോലെ പാടുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ചൈതന്യ മഹാപ്രഭു നാമം ചൊല്ലുമ്പോൾ അദ്ദേഹത്തിന് തോന്നുന്ന ആ ഒരു എക്സ്റ്റസിയെ കുറിച്ച് പറയുകയാണ്. നാമം ചൊല്ലുമ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ എന്നെ തന്നെ മറക്കുന്നു. ചിലപ്പോൾ കരയുന്നു, ചിലപ്പോൾ ഉറക്കെ ചിരിക്കുന്നു, ചിലപ്പോൾ ഡാൻസ് കളിക്കുന്നു, ചിലപ്പോൾ ഭ്രാന്തനെ പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. നാമത്തിലൂടെ അദ്ദേഹം ഉന്മത്തനാവുന്നു. അതാണ് ഇവിടെ പറയുന്നത്. തബേ ധൈര്യധരി മനെ കരിലു വിചാര കൃഷ്ണനാമേ ജ്ഞാനച്ഛന്ന ഹൈ ഇല അമര. ഹരേ കൃഷ്ണ. ശ്ലോകം 79. തബേ ധൈര്യധരി മനെ കരിലുൻ വിചാര കൃഷ്ണനാമേ ജ്ഞാനച്ഛന്ന ഹൈല ആമാര. വിവർത്തനം ഭാവാർത്ഥം. എസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം. ക്ഷമ സമ്പാദിച്ച് ഞാൻ ഇപ്രകാരം ചിന്തിച്ചു: കൃഷ്ണന്റെ തിരുനാമ ജപം എന്റെ ആത്മീയ ജ്ഞാനത്തെ ഒട്ടാകെ മൂടിയിരിക്കുന്നു. ഭാവാർത്ഥം. കൃഷ്ണന്റെ തിരുനാമങ്ങൾ ജപിക്കുന്നതിന് ഭഗവത് ശാസ്ത്രത്തിന്റെ താത്വിക വശങ്ങളെ കുറിച്ച് ആരും തന്നെ ഊഹാപോഹങ്ങൾ നടത്തേണ്ടതില്ലെന്ന് ശ്രീ ചൈതന്യ മഹാപ്രഭു ഈ ശ്ലോകത്തിലൂടെ സൂചിപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഒരുവൻ കൃഷ്ണന്റെ തിരുനാമജപത്തിൽ കൂടി സ്വാഭാവികമായി തന്നെ ആധ്യാത്മികാനന്ദ നിലയിലെത്തിച്ചേരുകയും പാടുകയും നൃത്തം ചെയ്യുകയും ചിരിക്കുകയും കരയുകയും ഭ്രാന്തനെ പോലെയായി തീരുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ പറയുന്നു, മഹാപ്രഭു പറയുന്നു, ഞാനങ്ങനെ ഗുരുവിൽ നിന്ന് ഹരിനാമം എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ ആ നാമത്തിലൂടെ ഞാൻ ഉന്മത്തനാവുന്നു, ഞാൻ എന്നെ തന്നെ മറക്കുന്നു. അതേപോലെ അദ്ദേഹം പറയുന്നു, ഈ നാമത്തിലൂടെ എൻ്റെ എല്ലാ ആധ്യാത്മിക ജ്ഞാനം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള കാര്യങ്ങളെല്ലാം, എല്ലാ നോളജും ജ്ഞാനമെല്ലാം ആവുന്നു. അതിൻ്റെ അർത്ഥം വേറെ ഒന്നുമല്ല, നമ്മുടെ ഉള്ള ജ്ഞാനം പോകുന്നു എന്നുള്ളതല്ല പറയുന്നത്. അതായത് ഇതിനപ്പുറത്തേക്ക് ഇനി ഒന്നും അറിയേണ്ട ആവശ്യമില്ല. കാര്യം എല്ലാത്തിൻ്റെയും സാരമാണ്, എല്ലാത്തിൻ്റെയും കൺക്ലൂഷനാണ് നാമം. ആ നാമത്തിലൂടെ അദ്ദേഹത്തിന് ഉന്മത്ത അവസ്ഥയിലേക്ക് വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇതാണ് എല്ലാത്തിൻ്റെയും സാരം. ഏത് വേദങ്ങളെടുത്തോളൂ, ഏത് ശാസ്ത്രങ്ങളെടുത്തോളൂ, അതെല്ലാം നമ്മളെ ഈ ഒരു ലെവലിൽ മഹാപ്രഭു ചെയ്യുന്ന രീതിയിലുള്ള ഈ ഒരു ഭാവത്തിൽ നാമം ചൊല്ലുവാൻ വേണ്ടി പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ടുള്ള വഴികളാണ്. അപ്പോൾ അത് ശാസ്ത്ര പഠനത്തിലൂടെയോ അല്ലെങ്കിൽ വേദങ്ങളിലൂടെയോ അല്ലാതെ തന്നെ നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ ആ അൾട്ടിമേറ്റ് ആയിട്ടുള്ള അനുഭവം, ഭാവം നമ്മളിൽ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നാമത്തിലൂടെ, ഇനി മറ്റുള്ളതിൻ്റെ ആവശ്യം എന്താണ് വരുന്നത്? അതാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ആരും ഇതേപോലെ നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ചൈതന്യ മഹാപ്രഭു രാധാറാണിയാണ്, രാധഭാവമാണ്, കൃഷ്ണൻ രാധഭാവത്തിലാണ്. അപ്പോൾ അവിടെ ഒരിക്കലും മഹാപ്രഭുവിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ശാസ്ത്രങ്ങളും ഇതെല്ലാം നമ്മൾ ഒരേപോലെ പഠിച്ച്, എന്നാൽ കാര്യം നമുക്കിപ്പോഴും നാമത്തിൽ വിശ്വാസം അത്രയില്ല, അല്ലേ? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വിഗ്രഹാരാധന ആവശ്യമാണ്, ശാസ്ത്രപഠനം ആവശ്യമാണ്, കൂട്ടത്തിൽ നാമവും ചൊല്ലണം. ഇതെല്ലാം കൂടെ ഒരു പാക്കേജോടുകൂടി നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മളെ സംബന്ധിച്ച് എന്തെങ്കിലും പുരോഗതി ഉണ്ടാവുന്നത്. നമ്മളാരും ഹരിദാസ് ഠാക്കൂർ അല്ല, നമ്മളാരും മഹാപ്രഭു അല്ല. അപ്പോൾ അവരൊക്കെ എക്സാമ്പിൾസാണ് പറഞ്ഞു തരുന്നത്. ഈ ഒരു സെക്ഷൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നാമമഹാത്മ്യത്തെക്കുറിച്ച് പറയുകയാണ്. നാമത്തിനപ്പുറത്തൊന്നുമില്ല, നാമമാണ് എല്ലാ വേദങ്ങളുടെയും സാരം, നാമമാണ് എല്ലാത്തിൻ്റെയും ലക്ഷ്യം. ഈ ഒരു ഭാവത്തിൽ ഉന്മത്ത അവസ്ഥയിൽ നമ്മൾ നാമം ചൊല്ലുന്നതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗിഫ്റ്റ്.
ആ കാര്യം ഇനി അടുത്ത ശ്ലോകത്തിലും അടുത്ത കുറച്ച് ശ്ലോകങ്ങളിലും ഇത് പറയുന്നുണ്ട്. എന്നാൽ നമുക്ക് ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കേണ്ട സമയമായി. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേറൊരു ക്ലാസ് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അക്കൗണ്ടിൽ ഉള്ളതുകൊണ്ട് നമ്മളിവിടെ നിർത്തുന്നു. श्री चैतन्य चरितामृत की जय, जगत गुरु शीला प्रभुपाद की जय, शीला कृष्णदास कविराज गोस्वामी की जय, हरिनाम प्रभु की जय, हरे कृष्ण महामंत्र की जय, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. थैंक यू. हरे कृष्ण. थैंक यू वेरी मच. हरि बोल. हरे कृष्ण. हरे कृष्णा प्रभु जी. कृष्ण. थैंक यू प्रभु जी. प्रणाम. हरे कृष्ण. प्रणाम. हरे कृष्ण. प्रणाम प्रभु जी. थैंक यू. हरे बोल. हरे कृष्ण प्रभु जी. प्रणाम प्रभु जी. प्रणाम. हरे कृष्ण. हरे कृष्ण. प्रणाम प्रभु जी. ഹരേ കൃഷ്ണ. പ്രണാം. ഓക്കെ, താങ്ക് യു. എല്ലാവരോടും നന്ദി പറയുന്നു. വേറെ എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ 1 മിനിറ്റ് സമയമുള്ളൂ നമ്മുടെ കയ്യിൽ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. വാഞ്ചകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ശ്രീല പ്രഭുപാദ കി ജയ്. നിതായ് ഗൗര പ്രേമാനന്ദേ. ഹരേ കൃഷ്ണ.